Yes, yes. Hello, bachcho. Hi, namaste. Harrier Kaka എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഈസിലി ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദി സമ്മറി ഓഫ് ഹരിയർ കാക്ക ഇൻ വിത്തിൻ ഐ തിങ്ക് വിത്തിൻ എ 5 minutes, right? വെരി ക്വിക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിനെ സമ്മറി മനസ്സിലാക്കിയാലോ. फटाफट चलते हैं पार्ट की ओर. रेडी? सो पहला आपको जो समझना है, हरियर काका एक मार्मिक कहानी है. हरियर काका का जो एक मार्मिक कहानी है जो स्वार्थ और लालच के नग्न रूप को दिखाती है. സ്വാർത്ഥതയുടെയും അതുപോലെ തന്നെ ലാലച്ച് ഗ്രീഡിന്റെയും അതുപോലെ തന്നെ എന്താണ് സ്വാർത്ഥത, ഓക്കെ, അതിനൊക്കെ എന്താണ് യഥാർത്ഥ രൂപമാണ് ഹരിയർ കാക്ക എന്നൊരു പാഠഭാഗം. സ്വാർത്ഥതയും അതുപോലെ തന്നെ ഗ്രീഡിന്റെ ഒക്കെ യഥാർത്ഥ രൂപമാണ് ഹരിയർ കാക്ക എന്ന പാഠഭാഗം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആരാണ് എഴുതിയത്? കിസ്നെ ലിഖാ ഹെ? മിഥിലേശ്വറിനെ ലിഖാ ഹെ. റെഡി? സോ ഹരിയർ കാക്ക കാ ഭരാ പൂരാ പരിവാർ ഹെ. ഹരിയർ കാക്കയെ സംബന്ധിച്ചതാണ് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫാമിലി ഉണ്ട് അല്ലെ. ലേക്കിൻ നിസന്താൻ ഹോനെ के कारण അദ്ദേഹത്തിന് दो पत्नी थे, दोनों मर गए थे, वो निसंतान है. അദ്ദേഹത്തിന് കുട്ടികളില്ല, മറിച്ച് അദ്ദേഹത്തിന് 4 भाई है, 4 സഹോദരങ്ങളുണ്ട്. ഓക്കെ, കേവൽ उनकी 15 बीघा जो जमीन के लिए उनकी परवाह करते हैं. അദ്ദേഹത്തിന് 15 സെന്റ് ഭൂമി ടോട്ടൽ എന്താണ്? 4 സഹോദരങ്ങൾക്ക് എത്രയുണ്ട്? 15 15 15 15 ഉണ്ട് അല്ലെ. സോ എത്രയാണ്? 60. कुल मिलकर 60 है. सो इनकी जो क्या है हमारी जो किनके साथ है? काका के साथ भी क्या है? 15 बीघा जमीन है. കാക്കയുടെ അടുത്ത് 15 ഉണ്ട്. അപ്പൊ ഈ 15 ജമീൻ കൂടി എന്താണ് ഇവർ ആഗ്രഹിക്കുവാണ് കാക്കയിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എന്താണ് इनके लिए क्या करते हैं कि जब भाइयों की पत्नियों उन्हें റൂക്കാ സൂഖ ഖാന ദേത്തി ഹെ. ഓക്കെ, അതുകൊണ്ട് എന്താണ് എപ്പോഴും ആ ഒരു കാക്ക ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ഒരു 15 സെന്റ് തനിക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ട് തന്നെ എന്താണ് വളരെ മോശമായ ഭക്ഷണമാണ് ആർക്ക് കൊടുക്കുന്നത്? ഈ ഭായ് സഹോദരങ്ങളുടെ പത്നി നമ്മുടെ കാക്കക്ക് കൊടുക്കുന്നത്. ബീമാർ ഹോനെ പർ കോയി പാനി പൂച്ചനെ വാല നെയ് ഹോത്താ. അദ്ദേഹത്തിന് അസുഖമായി കഴിഞ്ഞാൽ ആരും വെള്ളം ചോദിക്കാൻ പോലും ആരില്ല. തോ കാക്ക മോഹഭംഗ് ഹോ ജാത്ത ഹെ. കാക്കക്ക് എന്താണ്? ഒരു മോഹഭംഗമായി മാറുന്നു. ഈ സ്ഥിതി കാ ഫായദ ഠാക്കൂർ ബാരി കാ ധുർത്ത് മെഹന്ത് ഉഡാത്ത ഹെ. ഈ ഒരു സ്ഥിതിയുടെ എന്താണ് വെല്ലായിട്ട് യൂട്ടിലൈസ് ചെയ്യാണ്. ആര് യൂട്ടിലൈസ് ചെയ്യാണ്? ഠാക്കൂർ ബാരി എന്ന് പറഞ്ഞൊരു മന്ദിറിലെ മെഹന്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഓ കാക്കോ ബദലാ ഫുസ്ലാക്കർ ഠാക്കൂർ ബാരി ലേ ജാത്ത ഹെ. കാക്കയോട് പറഞ്ഞ് ബോധിപ്പിച്ച് കാക്കയെ എന്ത് ചെയ്യുന്നു? ഒരു ബ്രെയിൻ വാഷ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പറയാണ് യു ഗെറ്റ് എവറിത്തിങ്, നിങ്ങൾക്ക് ഒരു എറ്റേണൽ ലൈഫിലേക്ക് നയിക്കാം അല്ലെ. ആ ഒരു ബ്രെയിൻ വാഷിലൂടെ പറയാണ്. ഈ ഒരു ഠാക്കൂർ ബാരി എന്ന് പറഞ്ഞൊരു മന്ദിറിനെ, ഓക്കെ, ധർമ്മത്തിന്റെ മറവിൽ അഹിംസ അല്ലെങ്കിൽ ധർമ്മത്തിന്റെ മറവിൽ എന്ത് ചെയ്യാണ്? അത്യാചാരങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടമാണ് ഈ മെഹന്ത് എന്ന് പറഞ്ഞ ആൾക്കാർ. അയാൾ എന്താണ്? ഠാക്കൂർ ബാരി എന്ന് പറഞ്ഞ ഗാവിലെ ഒരു ഏകമാത്രം മന്ദിരാണ്. അതിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഠാക്കൂർ ബാരിയിലെ ഞാൻ പറഞ്ഞ ഒരു മെഹന്ത് എന്ന് പറഞ്ഞ ആൾ. അയാൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു 15 സെന്റ് സ്ഥലം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയാണല്ലേ, ഈ ജമാൻ ഈ മോഹഭംഗ് ചോടോ, ഈ മോഹഭംഗങ്ങളൊക്കെ ഒന്ന് ഇല്ലാതാക്കോ, എല്ലാം ഠാക്കൂർ ബാരിയുടെ പേരിലേക്ക് സ്വത്തേൽപ്പിച്ചോ, നിന്നെ ഠാക്കൂർ ബാരി നോക്കും, നിന്നെ സ്വർഗത്തിലേക്ക് ഹെവനിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഉൻസെ ജമീൻ ഭഗവാൻ കെ നാം കർനെ കെ ലിയെ കഹത്തെ ഹൈ. ദൈവത്തിന്റെ പേരിൽ ഭൂമി കൊടുക്കാൻ പറയാണ്. അബ് കാക്ക നഹീ മാനത്തെ തോ മെഹന്ത് കെ ആദ്മി ഉനക അപഹരൺ കർ ലേത്തെ ഹൈ. കാക്ക അത് സമ്മതിക്കാത്തപ്പോൾ എന്താണ്? ഈ മെഹന്തിന്റെ ആൾക്കാർ അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ട് പോയി ജബറൻ അങ്കൂട്ട ലഗ്വാനെ കി കോശിഷ് കർത്തെ ഹൈ. അദ്ദേഹത്തിന് എന്താണ് വളരെ ഫോഴ്സ്ഫുള്ളി ആ ഒരു അദ്ദേഹത്തിന്റെ തമ്പ് ഇംപ്രഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു പേപ്പറിലേക്ക്. ഓക്കെ, ബാദ് മേ പോലീസ് ഉനെ ബച്ചാത്തി ഹൈ. ശേഷം എന്താണ്? പോലീസ് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നു. इसके बाद भाई उन्हें घर ले आते हैं. സഹോദരങ്ങൾ അദ്ദേഹത്തിന് വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവർ ജമീൻ കെ ലിയെ ഉനക്കെ ഖൂബ് സേവ കർത്തെ ഹൈ. എന്നിട്ട് എന്താണ്? സഹോദരങ്ങൾ ഇദ്ദേഹത്തിനെ തിരിച്ച് ഈ ഒരു മെഹന്തിൽ നിന്ന് രക്ഷിച്ചിട്ട് തിരിച്ചെന്താണ് സഹോദരങ്ങൾ വീട്ടിൽ കൊണ്ടു സമയത്ത് എന്താണ് ഒരുപാട് അദ്ദേഹത്തിന് എന്താണ് ഖൂബ് സേവ കർത്തത്. അദ്ദേഹത്തിന് ഒരുപാട് സേവിക്കുകയും ചെയ്തു. ലേക്കിൻ ജബ് കാക്ക ജമീൻ ഉനക്കെ നാം നഹി കർത്തെ. അപ്പോൾ സഹോദരങ്ങൾ തിരിച്ചെന്താണ്? സഹോദരങ്ങൾ എന്താണ്? കാക്ക എന്താണ് അദ്ദേഹത്തിന്റെ പേരിൽ സഹോദരങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു? തോ വേ ബി മെഹന്ത് ജൈസാ ഹി വ്യവഹാർ കർത്തെ ഹൈ. അന്നേരം എന്താണ്? അവരും എന്താണ് മെഹന്ത് ചെയ്യുന്ന പോലത്തെ അതേ ഒരു പെരുമാറ്റം ആര് ചെയ്യാൻ തുടങ്ങി? ഈ സഹോദരങ്ങളും ചെയ്യാൻ തുടങ്ങിയെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റെഡി അല്ലേ? ഉനെ ജാൻ സെ മാർനേക്ക് ധംകി ദേത്തെ. ജീവൻ എടുക്കാൻ, ജാൻ സെ മാർനേക്ക് ജീവൻ എടുക്കുമെന്നാണ് സഹോദരങ്ങൾ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹരിയർ കാക്കോ സമജ് ആ ജാത്ത ഹൈ. അടുത്ത പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഹരിയർ കാക്കോ സമജ് ആ ജാത്ത ഹൈ. ഹരിയർ കാക്ക എന്താണ്? ഹരിയർ കാക്ക ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് कि मेहंद और भाई दो कैटेगरी है ना, दोनों एक श्रेणी का है, बोथ आर इन सेम कैटेगरी എന്നാണ്. സഹോദരങ്ങളായിക്കോട്ടെ, एक नाणे की दो सिक्के, एक नाणे की दो एक सिक्के की രണ്ട് വശം എന്ന് പറഞ്ഞ ഒരു നാണയത്തിലെ 2 അറ്റങ്ങൾ പോലെയാണ് എന്ന് പറയുന്ന പോലെയാണ്. एक क्या है उनकी मौत का इंतजार कर रहे. രണ്ടുപേരും എന്താണ്? തന്റെ മരണത്തിന് ആഗ്രഹിക്കുകയാണ്. കാരണം അജ്ഞാൻ की तरह मरने के बजाय संघर्ष करके जीने का फैसला करते हैं. അജ്ഞാനത്തിൽ നിന്ന് ഇങ്ങനെ മരിക്കുന്നതിന് പകരം എന്താണ്? നമ്മുടെ കാക്ക സംഘർഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവാണ് ചെയ്യുന്നത്. എങ്ങനെ? അവർ ജമീൻ ലിഖ്നെ സെ സാഫ് മനാ കർ ദേത്തെ. അദ്ദേഹം എന്താണ്? ഭൂമി ഒരാളുടെ പേരിൽ എഴുതി കൊടുക്കുന്നില്ല. സഹോദരങ്ങളായിക്കോട്ടെ മെഹന്ത് ആയിക്കോട്ടെ രണ്ടുപേർക്കും എന്താണ്? ഭൂമി എഴുതി കൊടുക്കുന്നില്ല. മറിച്ച് എന്ത് ചെയ്തു? അന്തമേ കാക്ക ബിൽക്കുൽ മൗൻ ഹോ ജാത്ത ഹൈ. കാക്ക വളരെ സൈലന്റ് ആവുന്നു. പോലീസ്
के पहरे में अपनी दौलत के बीच एक कैदी की तरह जीते हैं. അവസാനം എന്താണ് 4 പോലീസുകാരോട് തടവിൽ എന്താണ് അയാൾ എന്താണ് ജീവിക്കാൻ തുടങ്ങുന്നത്. 4 പോലീസുകാർ കാക്കയ്ക്ക് സംരക്ഷണത്തിന് വന്ന് നിൽക്കുവാണ് വീട്ടിന്റെ മുന്നിൽ. സോ മൗൻ ഹോ ജാത്തെ. അദ്ദേഹത്തിന്റെ മൗനം എന്ന് പറയുന്നത് എന്താണ്, അഖേലാപ്പൻ, അതുപോലെ തന്നെ എന്താണ് ഒറ്റപ്പെടലും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാറ്റയർ കൂടിയാണ് സമൂഹത്തിലേക്ക് എന്ന് കാണിച്ചുകൊണ്ടാണ് അല്ലെ 4 പോലീസുകാരുടെ തടവറയിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുവാണ് ഒരു കൈദിയെ പോലെ. ജഹാ ഉൻകെ പാസ് നോക്കർ തോ ഹേ. അദ്ദേഹത്തിന് ഒരു വേലക്കാരുണ്ട്. ലേക്കിൻ ബാത് കർനെ വാല കോയ് അപ്നാ നഹി. സംസാരിക്കാൻ സ്വന്തം എന്ന് പറഞ്ഞ ആരുമില്ല. അജ്ഞാനത്തിലായിരിക്കുമ്പോഴാണ് ഇയാൾക്ക് മൃത്യു പേടി എന്ന് നമ്മുടെ ലേഖകൻ മിഥിലേശ്വർ പറയുന്നുണ്ട്. അജ്ഞാനമാണ് നമ്മളെ മരണത്തെ പേടിയിരിക്കുന്നത്. മറിച്ച് ജ്ഞാനം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ്, മരണത്തെ മോച്ചെ ഹം ഡർത്താ നഹി. മോച്ചെ ഹം ഡർത്താ നഹി. മരണത്തെ നമ്മൾ പേടിക്കുന്നില്ല. കാരണം അദ്ദേഹം റെഡിയാണ് അല്ലെ. ഇനി എന്തുണ്ടായാലും ഞാൻ അദ്ദേഹം പറയാണ്, മേ കിസി ഭി तरह क्या है, कुछ भी हो जाए क्या है, मैं ये जमीन नहीं, क्या है आपके जो मेरे जो घट में, मेरे जो शरीर पे जीवन है, तब तक मैं जमीन आपके नाम पे नहीं दूंगा. നിങ്ങളുടെ പേര് ഞാൻ ഈ ഒരു ഭൂമി തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ वो क्या है, अज्ञान थे कभी अभी ज्ञान होते तो ये फैसला उन्होंने किया. ഈ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം പോരാടുകയാണ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. तो क्या है, आप इसको जो മലയാളം വേർഷൻ എടുത്തിട്ടുണ്ട്, ഈ ഒരു മലയാളം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ജിമൻ സാർ അറിയപ്പെടുന്ന ചാനലിൽ ജസ്റ്റ് CBSE ക്ലാസ് 10 ഹരിഹർ കാക്ക എന്നിട്ടാൽ മാത്രം മതി. സോ ഹരിഹർ കാക്ക ചാപ്റ്റർ हमने जो अच्छी तरह समझ लिया है. സോ അതുപോലെ തന്നെ എല്ലാ പാഠഭാഗങ്ങളും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ CBSE ക്ലാസ് 10 ബൂസ്റ്റർ ബാച്ച് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മാത്രം മതി. എന്നെ ജിമൻ സാർ രജുപ്പെടുന്ന ചാനൽ തന്നെ CBSE ക്ലാസ് 10 നിങ്ങളുടെ പേര് ക്ലാസ് ഇട്ടിട്ട് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേര്, നെയിം, അതുപോലെ തന്നെ എന്താണ് ക്ലാസ്, ഫോൺ നമ്പർ ജസ്റ്റ് ഈ ഒരു ചാനലിൽ എനിക്ക് കിട്ടുന്നാൽ മാത്രം മതി. നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി ഇടുവാണെങ്കിൽ നമ്മുടെ ടീം നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്മുടെ കൂടെ പഠിച്ച് നല്ല ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എജുപോർട്ട് ബൂസ്റ്റർ ബാച്ച് ഉള്ളത്. സോ बच्चों बैच के अंदर ज्वाइन करके अच्छी तरह CBSE क्लास 10 को पूरी तरह समझ लेते हैं. तो ठीक है बच्चों, मिलते हैं अगली वीडियो में. तब तक के लिए धन्यवाद. जय हिंद. थैंक यू.